അപ്പോൾ എല്ലാവർക്കും പിന്നെയും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെയും ഒരാഴ്ച കൂടുതൽ എനിക്കതിന് 10 ദിവസമാണെന്ന് തോന്നുന്നു. 10 അവസാനം ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം പിന്നെ വന്നേക്കുവാണ്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല, പിന്നെ ഇടാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബിഗ് ബോസിലേക്ക് കയറുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ എനിക്ക് സംഭവം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ബിഗ് ബോസിൽ നിന്ന് കോള് കാത്തിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കോള് വന്നിട്ടില്ല എനിക്ക്. നിങ്ങളിപ്പോൾ എല്ലാവരും തന്നെയും ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് നോക്കിയിരിക്കുകയാണ്. കാരണം അതിനകത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാം പുറത്തു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ശൂന്യതയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും വൈൽഡ് കാർഡ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കോളും കാത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കുറേ ആൾക്കാർ, ഒരു 4-5 പേരെ വൈൽഡ് കാർഡായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം കൺസിഡർ ചെയ്യുന്ന സീസൺ ആദ്യമേ എന്ന് വെച്ചാൽ റോക്കിയും സിജോയുടെ അഭാവം അവർക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ഓഫ് പ്ലാൻസ് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം അതിന് മുന്നേ എനിക്കൊന്ന് 2-3 പേരായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എന്നെയും കോൺടാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ എന്തുവാണ് അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ പിന്നെയും വരെ കുറേ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 2 ചിലപ്പോൾ 3 വൈൽഡ് കാർഡുകൾ കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ ന്യൂസുകൾ. ഇന്നർ സർക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ന്യൂസ് എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻക്വയറി ചെയ്തപ്പോൾ അവർ വിളിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എന്നെക്കാട്ടിൽ മികച്ചതായിട്ടുള്ള ആരെങ്കിലും അവർക്ക് ഏതെങ്കിലും പ്രൊഫൈൽ അവർക്ക് കണ്ടാൽ മിക്കവാറും അതേ സെലക്ട് ചെയ്യുമായിരിക്കും, എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്തായാലും ഞാനും ബിഗ് ബോസിൻ്റെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അതാണ് ബിഗ് ബോസിലേക്ക് എൻ്റെ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്. എനിക്ക് തോന്നുന്നു മിക്കവാറും നെക്സ്റ്റ് വീക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അകത്തേക്ക് കയറും വൈൽഡ് കാർഡായിട്ട്. പിന്നെ ബിഫോർ ഒരു ഡേ 40ക്ക് മുമ്പ് അഥവാ 2 പേരും കൂടെ കയറുന്നെങ്കിൽ അന്ന് കയറുമായിരിക്കാം, എൻ്റെ ഒരു ഊഹം വെച്ചിട്ട്. സാധാരണ എല്ലാ കൊല്ലവും അങ്ങനെയാണല്ലോ. അപ്പോൾ അതാണ് എൻ്റെ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇനി ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു റോക്കി സിജോയുടെ ആ ഒരു ഇഷ്യൂവിന് ശേഷം ഭയങ്കരമായിട്ടങ്ങ് ശൂന്യതയിലോട്ട് പോയായിരുന്നു ബിഗ് ബോസ് വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഒരു അലസതയും ടാസ്ക് കളിക്കാനും ഒക്കെ ഒരു മടിയും ഗെയിം കളിക്കാനൊക്കെ ഒരു ശൂന്യത വന്നായിരുന്നു. പിന്നെയും മറ്റേ പവർ ടീമൊന്നും ആർക്കും വേണ്ട എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയായി. അപ്പോഴാണ് ജിൻഡോ ചേട്ടൻ്റെ വരവ്. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഫുള്ള് ജിൻഡോ എന്നാണ് സബ്ജക്റ്റ്. കണ്ടൻറ്റ് മൊത്തം ഇപ്പോൾ കൊണ്ടുവന്നത് ജിൻഡോ ചേട്ടൻ തന്നെയാണ്. പവർ റൂമിൽ കയറിയപ്പോൾ ശേഷം തൊട്ട് പുള്ളിക്കാരൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. പുള്ളി കൊച്ചു കുറേ തെറ്റുകൾ കാണിക്കുന്നു. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒട്ടും ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ പവർ ടീം എന്ന് പറഞ്ഞ ടീം വെച്ചിട്ട് ഈ തൊട്ടേനും പിടിച്ചതിനെല്ലാം ശിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഈ പവർ ടീം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പവർ ടീം കൺസെപ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. മുമ്പത്തെ സീസണിലൊക്കെ പോലെ ഇൻഡിവിജ്വാലിറ്റി ഉള്ള വീക്ക്ലി ടാസ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് കുറച്ചും കൂടെ ഒരു ഗെയിം സ്പിരിറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇൻഡിവിജ്വാലിറ്റിയിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആയതിനേന്ന് തോന്നുന്നു ഹൗസ്. ഇപ്പോൾ എല്ലാവരും ഈ ടീം ആയപ്പോഴത്തേക്ക് എല്ലാവരും ടീം അടിച്ച് നിൽക്കുന്നത്, ഗ്രൂപ്പായിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെയും ഗ്രൂപ്പ് ഫൈറ്റേ സംഭവിക്കുന്നുള്ളൂ. കുറേ പേര് കംഫർട്ട് സോണിൽ കയറിയിരിക്കുക. മെയിനായിട്ട് ഈ ഋഷി പുള്ളിക്കാരെ എനിക്ക് അറിഞ്ഞൂടാ. ഇത്രത്തോളം എനിക്ക് ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വേറെ ബിഗ് ബോസ് ഹൗസിലില്ല. കാരണം പുള്ളി ഭയങ്കര ഇമോഷണൽ വീക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഇപ്പോൾ എനിക്കൊന്ന് അർജുനെയും അൻസിബയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അർജുനായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ആയി, പുള്ളിയായിട്ട് ഇപ്പോൾ ഒരു സ്പേസ് ഇട്ടിരിക്കുകയാണ്. ഇനി അപ്പോൾ അൻസിബയും കൂടെ ഉള്ളു. അൻസിബയും കൂടെ ഇനി എന്തെങ്കിലും ഒന്ന് ഋഷിയെ പറഞ്ഞാൽ പിന്നെ ഋഷി തീർന്നു. മിക്കവാറും കരഞ്ഞ് നിലവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടാനുള്ള ചാൻസ് ഉണ്ട്. ഇത്ര ഇമോഷണൽ വീക്കാരെന്ന് ഞാൻ അറിയില്ല. സത്യം പറഞ്ഞാൽ ഋഷി ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു ക്യാരക്ടറൊക്കെ ഉണ്ട്. പക്ഷേ ബിഗ് ബോസിന് പറ്റിയ ആളല്ല. അത് ഞാൻ ഓപ്പണായിട്ട് പറയണം. ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിം കളിക്കുകയും ഇമോഷൻസൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് വരേണ്ടത്. അതിൽ ഇവിടെ വന്നിട്ട് നമ്മൾ കരഞ്ഞ് മെഴുകി പോകാനല്ലോ. പുള്ളിക്കാരൻ ഇത്രയും ഒരു ഫോളോവേഴ്സും ഇത്രയും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ഗെയിമെങ്കിലും പുള്ളിക്കാരൻ പുറത്തെടുത്തിരുന്നെങ്കിൽ പുള്ളിക്ക് ഈസി ആയിട്ട് കപ്പടിക്കാം. പക്ഷേ പുള്ളി ഒന്നും ചെയ്യുന്നില്ല, ഒരു കോണ്ടന്റ് ചെയ്യുന്നില്ല. ഇപ്പം ഇന്നലെ തന്നെ അന്നില്ല ഗബ്രിക്കെതിരെ വാറുന്ന ഋഷി. പിന്നെ ഇപ്പോൾ ഇന്നലെ ശരണിക്കെതിരെ എന്തോ ഒരു കാര്യമില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. നിസ്സാര കാര്യമാണ്. എനിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു ബോധം വന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണെങ്കിലും ജിൻഡോ ചേട്ടനാണ് ഇപ്പോൾ മെയിൻ ടോക്ക് ഓഫ് ദ സബ്ജക്റ്റ്. മെയിനായിട്ട് ഇപ്പോൾ റസ്മിന് ഇപ്പോൾ ഭയങ്കര ഹൈറ്റ്. റസ്മിൻ ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച റസ്മിൻ കുറേ ഹൈറ്റ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ പവർ ടീമിൽ കയറുന്നതിന് മുമ്പേ റസ്മിന് ആർക്കും അറിയത്തോലും ഇല്ലായിരുന്നു. ആപ്പാടെ 1-2 എടുത്ത് ചുമ്മാ ഷൗട്ട് ചെയ്തല്ലാതെ റസ്മിന് ഒരു റോളും ഇല്ലായിരുന്നു ബിഗ് ബോസ്. പക്ഷേ പവർ ടീമിൽ കയറിയതിന് ശേഷം തൊട്ട്
പുള്ളിക്കാരത്തി എന്തോ ബിഗ് ബോസ് ജയിച്ച മട്ട, അല്ലെങ്കിൽ ബിഗ് ബോസ് എനിക്ക് ട്രോഫി ഓൾറെഡി കിട്ടി, ഇനി പോയി എടുത്താൽ മതി, എന്നെ ഇവിടുത്തെ എന്തോ ഞാൻ ഇവിടുത്തെ എന്തോ ക്യൂനാണ് എന്നുള്ള അങ്ങനത്തെ ഒരു മട്ടിലാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ നടക്കുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു, ഇതേ കണക്ക് അഹങ്കാരം ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. എന്തൊക്കെയോ അങ്ങ് നേടിയൊരു അഹങ്കാരമാണ്. എന്നിട്ട് പാവം ജിൻഡോയായിട്ട് അപ്പം നമുക്ക് സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ അടുത്ത് ഭയങ്കര സിമ്പതിയാണ് തോന്നുന്നത്. കാരണം പുറത്ത് വരുന്ന ഔട്ടിൽ നമുക്ക് ഓക്കെ പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ലേ പുള്ളി അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടക്കേട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പക്ഷേ ഇവർ റിയാക്ട് ചെയ്യുന്ന രീതിയാണല്ലോ, ഇവർ ഭയങ്കര ഹാഷായിട്ട് പുള്ളിയെടുത്ത് റിയാക്ട് ചെയ്യണം. അപ്പം അത് ഒരു ഓഡിയൻസ് എന്നുള്ള രീതി നമ്മൾ കാണുമ്പോൾ നമുക്ക് പുള്ളിയെടുത്തൊരു സിമ്പതി തോന്നും. അപ്പോൾ മെയിനായിട്ട് മെയിനാത്ത എപ്പിസോഡ് ഫുൾ ഇതായിരുന്നു. ഈ അർജുനും രശ്മിനും ഇപ്പോൾ പവർ ടീമിൽ അർജുനും കയറിയപ്പോഴത്തേക്ക് ഇവർ രണ്ടും ഗ്രൂപ്പായിട്ട് അങ്ങ് ജിൻഡോ ഇപ്പോൾ പവർ ടീമിൽ തന്നെ ഉള്ള ജിൻഡോ തന്നെ പണിച്ചു. എനിക്കൊന്നും ഈ പവർ ടീം എന്തിനാണ് ജിൻഡോയെ പണിഷ് ചെയ്യാനാണ് പവർ ടീം. കാരണം പവർ ടീം വേറെ ആരെയും പണിഷ് ചെയ്യുന്ന ഒന്നും ചെയ്യിപ്പിക്കുന്നതാണെന്നില്ല, ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. പവർ ടീമിൽ തന്നെ പവർ ടീം മത്സരിക്കുക. ഇപ്പം അങ്ങനെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ട് പിന്നെ മെയിനായിട്ട് ഗബ്രിയും റസ്മിനുമാണ് ജിൻഡോയ്ക്ക് അങ്ങ് കുറേ കൂടിയിരിക്കുന്നത്. റസ്മിനും ഗബ്രിയാണ് ജിൻഡോയ്ക്ക് ഇപ്പോൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സീസൺ 4 മറ്റേ റിയാസും ജാസ്മിനും നിന്ന് റോബിന് PR ചെയ്ത കണക്ക്. ഇപ്പോൾ ജിൻഡോയുടെ ഗെയിം വളരെ ക്ലിയർ ഗെയിമാണ്. സീസൺ 2 രജിത് കുമാറിൻ്റെ ഗെയിമാണ്, എല്ലാവരെയും പോയി വെപ്പിച്ച് പിന്നെ കോർണർ ഗെയിം, ആ ഒരു പരിപാടി തന്നെയാണ്. പുള്ളിക്കാരി കണക്ക് പോയി ആദ്യമേ ഒരാളുടെ അടുത്ത് ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യും, പിന്നെ അങ്ങ് തിരിഞ്ഞ് നടക്കുക, എല്ലാവരും പിന്നെ അങ്ങ് പുറകെ വന്നോളും. പക്ഷെ പുള്ളി എടുത്തിടുന്ന കാര്യങ്ങൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെയുള്ള അങ്ങ് മറക്കും, പുള്ളി എന്തുവാണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങ് പുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരങ്ങ് മറക്കും. പുള്ളി ഈ റിയാക്ഷൻസ് മാത്രമേ ഓർത്തിരിക്കത്തുള്ളൂ. അതാണ് ബിഗ് ബോസിൻ്റെ ഒരു ഇത്. രജിത് കുമാർ ആണെങ്കിൽ തന്നെയും പുള്ളി ഇടയ്ക്കൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇവരുടെ റിയാക്ഷൻ ഭയങ്കര ഹാഷായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ റസ്മിനി വേസ്റ്റ് തൂക്കാൻ പറഞ്ഞിട്ട് അവിടെയൊക്കെ ചവിട്ടിയാക്കുന്ന, ചവറൊക്കെ വാരി എറിയുന്നു, അതൊക്കെ കാണുമ്പോൾ നമുക്ക് പുള്ളിയെടുത്തൊരു സിമ്പതി തോന്നും. അപ്പോൾ പുള്ളി എന്തോ പറയുന്നത് പിടിച്ചതെല്ലാം നമ്മൾ മറക്കും. ഇവരുടെ റിയാക്ഷൻസ് മാത്രം നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ അതാണ് അപ്പോൾ ജിൻഡോയ്ക്ക് ഇപ്പോൾ മുതൽക്കൂട്ടായിരിക്കുന്നത്. പുള്ളിക്കിപ്പോൾ അത് കാരണം ഒരു സപ്പോർട്ട് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൈൽഡ് കാർഡ് വരുമ്പോൾ അതെങ്ങനെയാണ്, പക്ഷെ എന്നാലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ജിൻഡോ ഇനിയും എപ്പോഴും Day 20 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് ദിവസങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോഴേ നമുക്ക് ജിൻഡോ ഇനി അടുത്ത രാജാവോ അതോ തോഴനാവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതേ സെയിം ഗെയിം പുള്ളിക്കാരൻ അവസാനം വരെ തുടരാൻ പറ്റിയാൽ, ഇതണക്ക് റസ്മിനും ഗബ്രിയും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് തന്നെ പുള്ളിക്കാരന് PR ചെയ്താൽ പുള്ളിക്ക് ഈസിയായിട്ട് രാജാവാകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇനി എനിക്ക് തോന്നുന്നു, കാരണം അകത്തൊരു ഗെയിം ഏകദേശം ഇങ്ങനെ ആയി, ഇനിയിപ്പോൾ അതിനകത്തൊരു ചേഞ്ച് വരാൻ ചാൻസ് കുറവാണ്. കാരണം റസ്മിനും അർജുനും ഗബ്രിയും പിന്നെ വേറെ കുറേ പേർക്ക് ഇപ്പോൾ ജിൻഡോ എടുത്ത് ഭയങ്കര വെറുപ്പായി. അപ്പോൾ ആ വെറുപ്പ് ഇനി അത് തുടരത്തേ ഉള്ളൂ. അതിന് മാറ്റി അവർ വേറെ രീതിയിൽ ഗെയിം കളിക്കാനൊന്നും റസ്മിനൊക്കെ എനിക്കറിഞ്ഞൂടാ, അവൾ എന്ത് ഭയങ്കര ഹാഷായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ അത്രയും ഹാഷായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജിൻഡോയ്ക്കെതിരെ സിമ്പതി വരുത്തേ ഉള്ളൂ ആൾക്കാർക്ക്. റസ്മിനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ഹെയ്റ്റ്. പവർ ടീമിലായത് കാരണം റസ്മിൻ നോമിനേഷന് വരുത്തുമില്ല, വന്നിരുന്നെങ്കിൽ അങ്ങ് പിടിച്ച് പുറത്തുകളായിരുന്നു. അതിനും പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്, ഇപ്പം ഞാനാണെങ്കിലും അകത്ത് കയറുമ്പോൾ ജിൻഡോയ്ക്കെതിരെ എന്തോ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള ഇനി വേറെ നിൽക്കുന്ന വൈൽഡ് കാർഡും നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിം ഉള്ളൊരു വൈൽഡ് കാർഡ് കയറിയാലേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി മാറ്റാൻ പറ്റത്തുള്ളൂ. പുള്ളിയുടെ ആ ഒരു ഇതിൽ നിന്ന് ഫോക്കസ് മാറ്റി വേറെ രീതിയിലോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഒരു ഗെയിം ചേഞ്ചിങ്ങോ അല്ലെങ്കിൽ വേറൊരു റൂട്ടിലേക്ക് കഥ പോകത്തുള്ളൂ. ആസ് ഓഫ് നൗ ജിൻഡോയുടെ ഒരു ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. ജിൻഡോ ആണ് മെയിൻ സെൻറ്റർ ഓഫ് കോണ്ടന്റും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എല്ലാം ജിൻഡോ ആണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ കൊച്ചു പൊട്ടിത്തെറിയുള്ളൂ. പിന്നെ ജാൻമണി ഇപ്പോൾ ഭയങ്കരമായിട്ടും പുള്ളിക്കാരത്തേക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ ഒരുമാതിരിയാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ പിന്നെ ക്യാപ്റ്റനൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒക്കെ പുള്ളിക്കാരത്തേക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നോറയൊക്കെ കിടന്ന് ഇന്നലെ ഭയങ്കര കിടന്ന് പ്രാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ മോശമാണ്. ഈ പബ്ലിക് ടെലിവിഷനിലൊക്കെ വന്ന് ഇങ്ങനെ പ്രാകുന്നതൊക്കെ ഭയങ്കര മോശമാണ്. പിന്നെ ഇപ്പോൾ ജിൻഡോയ്ക്ക് ഇപ്പോൾ സപ്പോർട്ട് ജാൻമണി മാത്രമാണ്. ജാൻമണിയുടെ കുട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ജിൻഡോയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ ജാൻമണി കയറി ഇടപെടുന്നുണ്ട്. പിന്നെ ജിൻഡോയുടെ സൈഡ് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ഗെയിമൊക്കെ ഓക്കെ, പക്ഷേ സംസാരം ഒന്ന് കൺട്രോൾ ചെയ്യണം. കാരണം അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഡിഫൻസ് ഓക്കെയാണ്, പക്ഷേ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ പുള്ളിക്ക് നല്ലതായിരിക്കും. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എപ്പോൾ കയറുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. ഞാൻ ബിഗ് ബോസിൻ്റെ ഗോൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വൺസ് എനിക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും ഒരു ഹിൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ബൈ നിർത്തുന്നു.